ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോക്കസ് ട്യൂഷൻ സെന്ററിന്റെ 10ാം ക്ലാസ്സിലെ ഓൺ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി കൺവേർഷൻ, ഊർജ്ജത്തെ എങ്ങനെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. അപ്പൊ ആദ്യത്തെ ഒരു ഡിവൈസ് ആണ് ഫാൻ. ഇലക്ട്രിക് ഫാനിന്റെ ഊർജ്ജ കൈമാറ്റം ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇലക്ട്രിക് ഫാനിന്റെ ഊർജ്ജ കൈമാറ്റം ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. ചില കുട്ടികൾ വിൻഡ് എനർജി എന്ന് എഴുതാറുണ്ട്, അത് തെറ്റാണ്. ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജിയാണ് ശരിയായിട്ട് ഉത്തരം. രണ്ട്, ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിന്റെ ഇലക്ട്രിക് എനർജി കൺവേർഷൻ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ഇൻഡക്ഷൻ കുക്കറിന്റെ എനർജി കൺവേർഷൻ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. മൂന്നാമത്തത് മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടറിലെ എനർജി കൺവേർഷൻ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി എന്നാണ് കേട്ടോ. ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. അതുപോലെ ജനറേറ്റർ, നേരെ തിരിച്ചു പറയാം. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഉണ്ടാക്കുന്ന, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഡിവൈസ് ആണ് ജനറേറ്റർ. അതിൽ എനർജി ചേഞ്ച് എങ്ങനെ പറയാം നമുക്ക്? മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി, മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി. ദെൻ ലാസ്റ്റ് വൺ, ബാറ്ററി വൈൽ ചാർജിങ്. ഒരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി കൺവേർഷൻ എങ്ങനെയാന്ന് നോക്കാം. അത് ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി എന്നാണ് ഉത്തരം. ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇവിടെ നിന്ന് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൾസ് ലോ. ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോർമുല അറിയാം. H is directly proportional to I square RT. ഇതെന്താ പറയുന്നത്? Heat is generated in a current carrying conductor is directly proportional to the product of square of the current, resistance of the conductor and time of flow of conductor. അതായത് ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന താപത്തിന്റെ അളവ് അതിലൂടെ ഒഴുകുന്ന വൈദ്യുതി പ്രവാഹത്തിന്റെ വർഗത്തിനും പ്രതിരോധത്തിനും സമയത്തിന്റെയും ഗുണനഫലങ്ങൾക്ക് നേരനുപാതമായിരിക്കും എന്നാണ് ജൂൾസ് ലോ പറയുന്നത്. അതിന്റെ അർത്ഥം കറണ്ട് കൂടിയാലോ റെസിസ്റ്റൻസ് കൂടിയാലോ ടൈം കൂടിയാലോ എന്ത് കൂടും? ഹീറ്റ് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ കറണ്ട് അഥവാ I 2 ടൈംസ് ആയിട്ട് മാറിയാൽ ഹീറ്റ് എത്ര മടങ്ങാവും? കറണ്ട് 2 ടൈംസ് ആയാൽ ഹീറ്റ് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും കേട്ടോ. കറണ്ട് 2 ടൈംസ് ആയാൽ ഹീറ്റ് 4 ടൈംസ് ആയിട്ട് മാറും. ഹീറ്റ് 4 ടൈംസ് ആയിട്ട് മാറും. ദെൻ കറണ്ട് ഹാഫ് ആയി കഴിഞ്ഞാൽ സംഭവിക്കും? കറണ്ട് ഹാഫ് ആയാൽ ഹീറ്റ് 1/4 ടൈംസ് ആയിട്ട് കുറയും. കറണ്ട് ഹാഫ് ആയാൽ ഹീറ്റ് 1/2 ടൈംസ് ആയിട്ട് കുറയും. അടുത്ത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് 2 ടൈംസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റും ഡബിൾ ആവും, അഥവാ 2 ടൈംസ് ആവും. ഹീറ്റും എന്താവും? ഡബിൾ ആയിട്ട് മാറും. റെസിസ്റ്റൻസ് പകുതി ആയാലോ ഹീറ്റും പകുതിയായിട്ട് മാറും. ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ടൈം ഡബിൾ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടൈം ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റും 2 ടൈംസ് വർദ്ധിക്കും, അഥവാ ഡബിൾ ആവും. ടൈം ഹാഫ് ആയി കഴിഞ്ഞാലോ ഹീറ്റും ഹാഫ് ആയിട്ട് കുറയും. ഓർത്തോണം, ഇതിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യം കറണ്ട് ഡബിൾ ആയാൽ ഹീറ്റ് എത്ര മടങ്ങായിട്ട് മാറും? ഉത്തരം 4 ടൈംസ് ആണ്. കറണ്ട് പാതിയായാൽ ഹീറ്റ് 1/4 ആയിട്ട് കുറയും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റെസിസ്റ്ററുകളെ 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് ആയിട്ടും മറ്റൊന്ന് പാരലൽ ആയിട്ടും. സീരീസ് ആയിട്ട് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുമ്പോഴും പാരലൽ ആയിട്ട് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുമ്പോഴും രണ്ടും 2 രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ടെസ്റ്റിലുള്ള അതേ ടേബിൾ ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എന്നാൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അത് കുറയും. പഠിച്ചോണം, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, അതിന്റെ ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്ററുകളെ പാരലൽ കണക്ട് ചെയ്താൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും. ഇനി റെസിസ്റ്ററുകളിൽ കറണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കും? കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. കറണ്ട് 2 റെസിസ്റ്റൻസിന് കിട്ടുന്നത് സെയിം ആയിരിക്കും. എന്നാൽ റെസിസ്റ്ററുകളെ പാരലൽ കണക്ട് ചെയ്താൽ കറണ്ട് എന്താവും? ഡിഫറന്റ് ആയിട്ട് മാറും. ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന കറണ്ട് ഡിഫറന്റ് ആയിരിക്കും. എന്നാൽ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. എന്നാൽ റെസിസ്റ്ററുകളെ പാരലൽ കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് സെയിം ആയിരിക്കും. അഥവാ 2 റെസിസ്റ്റൻസും പാരലൽ കണക്ട് ചെയ്താൽ ഒരേ വോൾട്ടേജ് കിട്ടും എന്നർത്ഥം. ഇനി സീരീസ് ആയിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്ത മറ്റൊരു പ്രത്യേകത, എല്ലാം ഒറ്റ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ബൈ 1 സ്വിച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും.
എന്നാൽ റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചുകൾ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് പർപ്പസിൽ നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്ററുകളെ നമ്മളെല്ലാം പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എപ്പോഴായിരിക്കും വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലായിരിക്കും സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ് ഡൗൺ ആവുന്നത്, അതിൽ ഒഴുകി വീഴുന്നത് ഏതൊക്കെ സമയത്തിൽ നിന്ന് വെച്ചാൽ ഈ ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് എന്നീ രണ്ട് സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ് ആവുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിപ്പീറ്റഡ് ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? അത് സീരീസ് രൂപത്തിൽ കണക്ട് ചെയ്യണം. പാരലായിട്ട് കണക്ട് ചെയ്താൽ ഡിമെറിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസുകളെ സീരീസ് രൂപത്തിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്താൽ എപ്പോഴെങ്കിലും എക്സസ് കറണ്ട് വരുമ്പോൾ സേഫ്റ്റി ഫ്യൂസ് ബ്രേക്ക് ഡൗൺ ആവും. അതോടെ സർക്യൂട്ടിലെ കംപ്ലീറ്റ് കറണ്ടിന്റെ ഫ്ലോയും അവിടെ സ്റ്റോപ്പ് ആവും. പാരലായിട്ട് കണക്ട് ചെയ്താൽ ബ്രാഞ്ച് സർക്യൂട്ടിലൂടെ കറണ്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് പെട്ടെന്ന് ഉരുകണം, അതായത് എക്സസീവ് കറണ്ട് കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഴുവണം. അതുകൊണ്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹൈ റെസിസ്റ്റൻസ്. ഇതുപോലെ പ്രോപ്പർട്ടി പഠിക്കുന്ന രണ്ട് ഡിവൈസുകളുണ്ട്. ഒന്ന് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിലിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ നമുക്കറിയാം, ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ഓക്കെ, അത് ഹീറ്റിംഗ് കോയിലിന്റെ പ്രത്യേകത കേട്ടോ. ഹീറ്റിംഗ് കോയിലിന്റെ പ്രത്യേകതകളാണ് ഇപ്പൊ പറഞ്ഞ എന്തൊക്കെ ഹീറ്റിംഗ് കോയിലിന്റെ പ്രത്യേകതകളാണ്: ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഇനി ഈ സേഫ്റ്റി ഫ്യൂസ് വീട്ടിൽ കെട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ ടെസ്റ്റിലുള്ള രണ്ട് പോയിന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ദ എൻഡ്സ് ഓഫ് ദ സേഫ്റ്റി ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. അതായത് അപ്രോപ്രിയേറ്റ് പോയിന്റുകളിൽ സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യണം, വലിച്ചു കെട്ടിയിരിക്കണം. രണ്ട്, ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് ബി പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കരിയർ ബേസ്. സേഫ്റ്റി ഫ്യൂസ് വെക്കുന്ന കരിയർ ബേസിന് പുറത്തോട്ട് സേഫ്റ്റി ഫ്യൂസിന്റെ വയർ ഒരിക്കലും പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല, തള്ളി നിൽക്കാൻ പാടില്ല. ഇനി ഒരു പോയിന്റ് ഉണ്ട്, എപ്പോഴും നമ്മൾ വീട്ടിലെ സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് ബന്ധിപ്പിക്കുമ്പോൾ അതിന് പ്രോപ്പർ ആംപറേജ് ഉള്ള വയേഴ്സ് വേണം സേഫ്റ്റി ഫ്യൂസിൽ സെറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രോപ്പർ ആംപറേജ് ഉള്ള വയേഴ്സ് വേണം എവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ്റ്റി ഫ്യൂസ് സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം. പ്രോപ്പർ ആംപറേജ് ഉള്ള വയേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. ഇത്ര നേരം പറഞ്ഞുകൊണ്ടത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. ഇനി നോക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 3 ലാമ്പുകളെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇൻകാൻഡസൻ ലാമ്പ്, മറ്റൊന്ന് ഡിസ്ചാർജ് ലാമ്പ്, ഏറ്റവും അവസാനമായിട്ട് LED ലാമ്പ്. ഓക്കെ, എന്താണ് ഇൻകാൻഡസൻ ലാമ്പ്? ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഇൻകാൻഡസൻ ലാമ്പ്, നമ്മുടെ പഴയ ബൾബ് എന്ന് പറയും. ഓക്കെ, ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ ചോദ്യം, ഇൻകാൻഡസൻ ലാമ്പിൽ ഉപയോഗിക്കുന്ന ഫിലമെന്റിന്റെ പേരെന്ത്? ഉത്തരം ടങ്സ്റ്റൺ എന്നാണ്. ടങ്സ്റ്റൺ. ഈ ഫിലമെന്റ് കുറച്ച് പ്രത്യേകതകൾ കാണിക്കുന്നു. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ന് വെച്ചാൽ, ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. ഹൈ റെസിസ്റ്റിവിറ്റിയാണ് ഫിലമെന്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, ഹൈ ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി വളരെയധികം കൂടുതലാണ്. മൂന്ന്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അതും എന്തിന്റെ പ്രത്യേകതയാണ്? ടങ്സ്റ്റന്റെ പ്രത്യേകതയാണ്. ഏറ്റവും വലിയ പ്രത്യേകതയാണ് എബിലിറ്റി ടു റിമെയിൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. അതായത് വെള്ള വെളിച്ചം, ധവളപ്രകാശം തരാനുള്ള കഴിവ് കൊണ്ട് ഈ ടങ്സ്റ്റൻ ഫിലമെന്റിന് ഉണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത, ഇത് പ്രവർത്തിക്കുന്നത് ഒരു നോർമൽ വോൾട്ടേജിലാണ്. ഇനി ഇതിന്റെ അകത്ത് ഓക്സിഡേഷൻ തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻ ഓർഡർ ടു ഓക്സിഡേഷൻ, ഇതിൽ നിന്നുള്ള ബൾബിലെ ഗ്യാസുകൾ, ആവശ്യമില്ലാത്ത ഗ്യാസുകൾ എന്ത് ചെയ്യുന്നു? ഇവാക്യുവേറ്റ് ചെയ്ത് ചെയ്യുന്നു, അതായത് പുറന്തള്ളിക്കളയുന്നു. മാത്രമല്ല ഇതിനകത്ത് വേപ്പറൈസേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ഇനർട്ട് ഗ്യാസ് നിറയ്ക്കാറുണ്ട് കേട്ടോ. എന്നാൽ ഇക്കാലങ്ങളിൽ അത് ഉപയോഗിച്ച് വരുന്നത് ഇനർട്ട് ഗ്യാസിന് പകരം ലോ പ്രഷറിലെ നൈട്രജൻ നിറയ്ക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇൻകാൻഡസൻ ബൾബുകളിൽ നൈട്രജൻ ലോ പ്രഷറിൽ നിറയ്ക്കുന്നത്? ഉത്തരം, എന്ത് കുറയ്ക്കാനാണ്? വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകാൻഡസൻ ലാമ്പുകളിൽ എന്ത് നിറയ്ക്കുന്നത്? ലോ പ്രഷറിൽ നൈട്രജൻ നിറയ്ക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു ഇൻകാൻഡസൻ ലാമ്പിന്റെ ഫിലമെന്റ് പൊട്ടി, എന്നാൽ അത് റീജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബിന്റെ ഇന്റൻസിറ്റി കൂടുമോ കുറയുമോ? ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
ഇൻകാൻഡിസെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് പൊട്ടി റീജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറയും. നമ്മൾ 9ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. R is directly proportional to L and inversely proportional to A. ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലെങ്ത് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. പക്ഷേ ഈ സാഹചര്യത്തിൽ ലെങ്ത് കുറയുന്നു. ടങ്സ്റ്റൺ ഫിലമെന്റ് വീണ്ടും റീജോയിൻ ചെയ്യുമ്പോൾ ലെങ്ത് കുറയും. അതിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഓംസ് ലോ പ്രകാരം കറണ്ട് എന്ത് ചെയ്യും? കൂടും. V is directly proportional to V by R അല്ലെങ്കിൽ V is equal to V by R എന്ന് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജിന് വ്യത്യാസമില്ല എങ്കിൽ ബൾബ് നല്ല ഇന്റൻസിറ്റിയിൽ എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ബൾബ് നല്ല ഇന്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഇൻകാൻഡിസെന്റ് ബൾബിന്റെ ഫിലമെന്റ് പൊട്ടി റീജോയിൻ ചെയ്താൽ ബൾബിന്റെ ഇന്റൻസിറ്റി എങ്ങനെ ആയിരിക്കും? ഹൈ ആയിരിക്കുമോ ലോ ആയിരിക്കും? ഉത്തരം മാക്സിമം ആയിരിക്കും, അഥവാ ഹൈ ആയിരിക്കും. കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, ഇതിന് കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട് കേട്ടോ. ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ വളരെയധികം ചൂട് ഇത് പുറപ്പെടുവിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. 2, വളരെയധികം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. 3, ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു വളരെ ലോങ് ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വളരെയധികം വാറന്റി കുറഞ്ഞ ഒരു ബൾബാണ് അത് ഇൻകാൻഡിസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ബദലായിട്ട് നമ്മൾ ഉപയോഗിച്ച ലാമ്പാണ് ഡിസ്ചാർജ് ലാമ്പ്. ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രത്യേകത, ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടത്തെ ട്യൂബ് ലൈറ്റ് നോർത്താൽ ഇതിന്റെ രണ്ടറ്റത്തും നമ്മൾ ഇലക്ട്രോഡുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ആറ്റംസ് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റഡ് ആറ്റംസിന് ഒരു പ്രത്യേകത ഉണ്ട്. പഴയ ഇരുന്ന പൊസിഷൻ സ്റ്റെബിലിറ്റി അറ്റയാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള എനർജി ലൈറ്റിന്റെ രൂപത്തിൽ റേഡിയേറ്റ് ചെയ്യപ്പെടും, പുറത്തോട്ട് പുറന്തള്ളും. അങ്ങനെ നമുക്ക് ഈ ഡിസ്ചാർജ് ലാമ്പ് വഴി പുറത്തേക്ക് വെളിച്ചം കിട്ടും. അങ്ങനെയാണ് നമ്മൾ പഴയ ട്യൂബ് ലൈറ്റുകളെല്ലാം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിനും ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതിനകത്ത് പോയിസണസ് ആയിട്ടുള്ള മെർക്കുറി വേപ്പറുകൾ നിറയ്ക്കുന്നത് കൊണ്ട് നമുക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും ഒരുപോലെ ദോഷകരമാണ്. അതുകൊണ്ടാണ് ഡിസ്ചാർജ് ലാമ്പുകൾ ഇക്കാലങ്ങളിൽ നമ്മൾ വളരെയധികം കാണാത്തത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇപ്പൊ മോഡേൺ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ബൾബുകളാണ് അഥവാ ലാമ്പുകളാണ് LED. ഫുൾ നെയിം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാം LED-യുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ, അല്ലെങ്കിൽ LED-യുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ. 1, ഇതിന്റെ അകത്ത് പോയിസണസ് ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഒന്നെന്താണ്? ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. 2, ഇതിന്റെ അകത്ത് ഫിലമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഹീറ്റ് ലോസ് വളരെയധികം കുറവാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ദീർഘകാലം കിടക്കുന്നു. ബൾബിനെക്കാളും ഡിസ്ചാർജ് ലാമ്പിനെക്കാളും വളരെയധികം ദീർഘകാലം കിടക്കുന്നു. ലൈഫ് ടൈം വളരെയധികം കൂടുതലാണ് ഈ LED ബൾബുകൾക്ക്. ലാസ്റ്റ് വൺ, ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ട്. അതായത് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ക്ഷമത, എഫിഷ്യൻസി. ഇപ്പോ ഒരു ബൾബ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഹീറ്റ് ഉണ്ടാക്കാനല്ല. എന്നാൽ LED-യുടെ പ്രത്യേകത, വളരെ കുറച്ച് മാത്രം ഹീറ്റ് ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ വെളിച്ചം അഥവാ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഈ നമ്മുടെ LED-യുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 4 അഡ്വാൻറ്റേജസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED? ഒന്ന്, എക്കോ ഫ്രണ്ട്ലി ആണ്, ഹീറ്റ് ലോസ് കുറവാണ്, ലൈഫ് ടൈം കുറച്ചും കൂടെ ബെറ്റർ ആണ്, ദെൻ എഫിഷ്യൻസി കുറച്ചും കൂടെ ഉണ്ട്. ഇനി ഒരു ചോദ്യം, ഒരു 1 word question ആണ്. ഈ LED ബൾബില് ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ട് ഏത്? ഉത്തരം ഹീറ്റ് സിങ്ക് ആണ് കേട്ടോ. ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് LED ബൾബിൽ ഉപയോഗിക്കുന്ന പാർട്ട് ഏതാണ്? ഹീറ്റ് സിങ്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കിയ കാര്യങ്ങൾ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും നന്ദി, നമസ്കാരം.